ഹായ്, ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് സർവീസസിൽ നമ്മുടെ 5ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് മ്യൂച്വൽ ഫണ്ട്സ്. നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമായിട്ടുള്ളൊരു ചാപ്റ്ററാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ? സോ ഈ ഒരു കോൺസെപ്റ്റ്, മ്യൂച്വൽ ഫണ്ട് എന്നുള്ള ഈ ഒരു കോൺസെപ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പുതിയതാണെങ്കിലും, ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇത് പുതിയതാണെങ്കിലും ഇൻ്റർനാഷണൽ ക്യാപിറ്റൽ മാർക്കറ്റിൽ ഇത് അത്ര പുതിയൊരു കാര്യമൊന്നുമല്ല. ഓക്കെ, ഇത് ഇന്ത്യയിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. അത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ UTI ആണ് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് ഓപ്പറേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്. ഏതൊക്കെയാണ്? പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു 6ഓളം ബേസിസ് പറയാൻ വേണ്ടി സാധിക്കും. ദർ ഇസ് എ നമ്പർ ഓഫ് മ്യൂച്വൽ ഫണ്ട് സ്യൂട്ട് ടു ദ നീഡ് ഓഫ് ഓക്കറൻസ് ഓഫ് ദ ഇൻവെസ്റ്റർ. ഓരോ ഇൻവെസ്റ്റേഴ്സിൻ്റെയും ആവശ്യങ്ങൾ അനുസരിച്ച് പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട്സ് പ്രവർത്തിക്കുന്നുണ്ട്. സോ ടു അച്ചീവ് ദ ഡിഫറിംഗ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഇൻവെസ്റ്റേഴ്സ്, മ്യൂച്വൽ ഫണ്ട് അഡോപ്റ്റ് ഡിഫറെൻറ്റ് സ്ട്രാറ്റജീസ് ആൻഡ് അക്കോർഡിംഗ്ലി ഓഫർ ഡിഫറെൻറ്റ് സ്കീംസ്. അപ്പോൾ ഓരോ ഇൻവെസ്റ്റേഴ്സിനും ഓരോ തരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അവരുടെയൊക്കെ ഒബ്ജക്റ്റീവ്സ് ഡിഫറെൻ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ ആവശ്യങ്ങൾ, റിക്വയർമെൻറ്റ്സ് കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട്സ് പല വ്യത്യസ്ത തരത്തിലുള്ള സ്ട്രാറ്റജീസ് സ്വീകരിച്ചിട്ടുണ്ട്. അതും ഡിഫറെൻറ്റ് സ്കീമുകളിലൂടെയാണ് അത് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മ്യൂച്വൽ ഫണ്ട്സിന് നിലവിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് 5 ബ്രോഡ് കാറ്റഗറി ആയിട്ടാണ്. അതായത് അക്കോർഡിംഗ് ടു ഓണർഷിപ്പ്, അക്കോർഡിംഗ് ടു ദ സ്കീം ഓഫ് ഓപ്പറേഷൻ, അക്കോർഡിംഗ് ടു ദ പോർട്ട്ഫോളിയോ, അക്കോർഡിംഗ് ടു ദ ലൊക്കേഷൻ, അക്കോർഡിംഗ് ടു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇത്രയാണ് 5. പിന്നെ അതർ ടൈപ്പ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് വേറെയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ബേസിക് ആയിട്ട് നമ്മൾ പറയുമ്പോൾ എത്ര ടൈപ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ് പറയേണ്ടത്? 5 ടൈപ്പ്. അതിൽ തന്നെ ഒന്നാമതായിട്ടുള്ളതാണ് അക്കോർഡിംഗ് ടു ഓണർഷിപ്പ്. ഓണർഷിപ്പിൻ്റെ ബേസിൽ മ്യൂച്വൽ ഫണ്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് പബ്ലിക് സെക്ടർ മ്യൂച്വൽ ഫണ്ട് എന്നും പ്രൈവറ്റ് സെക്ടർ മ്യൂച്വൽ ഫണ്ട് എന്നും. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ പറ്റും. അപ്പോൾ ഇന്ത്യയിൽ പബ്ലിക് സെക്ടർ ഏരിയയിൽ SBI മ്യൂച്വൽ ഫണ്ടാണ് വാസ് ദ ഫസ്റ്റ് എമംഗ് ദ പബ്ലിക് സെക്ടർ കൊമേഴ്ഷ്യൽ ബാങ്ക് ദാറ്റ് സ്റ്റാർട്ടഡ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. മ്യൂച്വൽ ഫണ്ട് ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പബ്ലിക് സെക്ടറിൽ SBI ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം പിന്നെ ഇൻഡ് ബാങ്ക് MF, ക്യാൻ ബാങ്ക് MF, BOI, ബാങ്ക് ഓഫ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, BOIൻ്റെ ഉണ്ട്. അതേപോലെ തന്നെ PNB, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, LIC MF ഉണ്ട്. ഇതെല്ലാം പിന്നീട് വന്നത്. അപ്പോൾ ഫസ്റ്റ് പബ്ലിക് സെക്ടറിൽ സ്റ്റാർട്ട് ചെയ്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം, ദാറ്റ് ഈസ് SBI ആണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി പ്രൈവറ്റ് സെക്ടർ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് പറയാം, ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അലൗഡ് ദ പ്രൈവറ്റ് സെക്ടർ കോർപ്പറേറ്റ്സ് ടു ജോയിൻ ദ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഓൺ February 14, 1992. 1992 February 14 സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് സെക്ടർ കോർപ്പറേറ്റ്സിനും മ്യൂച്വൽ ഫണ്ടിൽ ജോയിൻ ചെയ്യാനുള്ള പെർമിഷൻ അലോ ആക്കിയിട്ടുണ്ട്. SBI regulations 1996 provides guidelines for registration, constitution, management and scheme of mutual fund. അപ്പോൾ ഇത് ചുമ്മാ നടത്താൻ പറ്റില്ല. കൃത്യമായ സെബിയുടെ ഗൈഡ് ലൈൻസ് ഉണ്ട്. സെബിൻ്റെ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, അതാണ് സെബിയുടെ ഫുൾ ഫോം. സെബിയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച്, സെബിയുടെ റെഗുലേഷൻസ് അനുസരിച്ച്, ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ടായിരിക്കണം ഈ പ്രൈവറ്റ് സെക്ടർ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനും മാനേജ്മെൻറ്റും അതിൻ്റെ സ്കീംസ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അവർക്ക് ചുമ്മാ തീരുമാനിക്കാനൊന്നും പറ്റില്ല. കൃത്യമായ ഗൈഡ് ലൈൻസുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ അതൊക്കെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ. അക്കോർഡിംഗ് ടു ഓണർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നിങ്ങൾ 2 ആയിട്ട് എഴുതണം. ഒന്ന് പബ്ലിക് സെക്ടർ മ്യൂച്വൽ ഫണ്ടും 2 പ്രൈവറ്റ് സെക്ടർ മ്യൂച്വൽ ഫണ്ടും. പബ്ലിക് സെക്ടർ മ്യൂച്വൽ ഫണ്ടിൽ ഫസ്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത് SBI ആണെന്ന് കൃത്യമായി പറയണം. അതിനുശേഷം വന്നിട്ടുള്ള ഇൻ ബാങ്ക് MF, ക്യാൻ ബാങ്ക് MF, BOI MF, PNB MF, LIC MF ഒക്കെ എഴുതാം. പിന്നെ പ്രൈവറ്റ് സെക്ടർ മ്യൂച്വൽ ഫണ്ട് എപ്പോഴാണ് അനുവാദം കൊടുത്തതെന്ന് വെച്ചാൽ അതിന് 1992 February 14 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പ്രൈവറ്റ് സെക്ടറിന് കൂടി മ്യൂച്വൽ ഫണ്ടിലേക്ക് അനുവാദം കൊടുത്തിട്ടുള്ളത്. അതിന് കൃത്യമായ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നും കൂടി എഴുതണം. അടുത്ത 2ാമത്തെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ കാറ്റഗറിയാണ് അക്കോർഡിംഗ് ടു ദ സ്കീം ഓഫ് ഓപ്പറേഷൻ. സോ ഓപ്പറേഷൻ സ്കീം അല്ലെങ്കിൽ സ്കീം ഓഫ് ഓപ്പറേഷൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്പൺ എൻഡഡ് സ്കീംസ് ഓർ ഫണ്ട്സ് എന്നും ക്ലോസ്ഡ് എൻഡഡ് സ്കീംസ് ഓർ ഫണ്ട്സ് എന്നും
ഇൻ്റർവൽ സ്കീംസ് ഓർ ഫണ്ട്സ് എന്നും 3 ആയിട്ടുള്ള ഒരു സബ് ഡിവിഷനും കൂടി വന്നിട്ടുണ്ട്. ഓക്കെ, സോ അക്കോർഡിംഗ് ടു ദ സ്കീം ഓഫ് ഓപ്പറേഷൻ സ്കീംസിൻ്റെ ബേസിൽ മ്യൂച്വൽ ഫണ്ടിനെ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഓപ്പൺ എൻഡഡ് സ്കീംസ് ഓർ ഫണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പൺ എൻഡഡ് സ്കീം മീൻസ് സ്കീം ഓഫ് മ്യൂച്വൽ ഫണ്ട് വിച്ച് ഓഫേഴ്സ് യൂണിറ്റ് ഫോർ സെയിൽ വിത്തൗട്ട് സ്പെസിഫൈങ് എനി ഡ്യൂറേഷൻ ഫോർ റിഡംഷൻ. അതായത് ഇതിൻ്റെ തിരിച്ചടവിൻ്റെ കൃത്യമായ ആ ഒരു ഡേറ്റ് അല്ലെങ്കിൽ ആ ഒരു പീരീഡ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷൻ തിരിച്ചടയ്ക്കുന്നതിനെയാണ് നമ്മൾ റിഡംഷൻ എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു റിഡംഷൻ്റെ ഡ്യൂറേഷൻ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യാതെയാണ് യൂണിറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നതെങ്കിൽ അത്തരം മ്യൂച്വൽ ഫണ്ടുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓപ്പൺ എൻഡഡ് സ്കീംസ് അല്ലെങ്കിൽ ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? These schemes do not have any fixed maturity and entry to the fund is always open to investors who can subscribe it any time. അപ്പോൾ ഈ ഒരു സ്കീമിൽ കൃത്യമായ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി പീരീഡ് ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ഇൻവെസ്റ്റേഴ്സിന് എപ്പം വേണമെങ്കിലും ഈ യൂണിറ്റുകൾ ഏത് സമയത്ത് വേണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. ആൻഡ് ദ ഇൻവെസ്റ്റേഴ്സ് ഹാവ് ആൻ ഓപ്ഷൻ ടു ഗെറ്റ് ദെയർ ഹോൾഡിങ്സ് റെഡീംഡ് അറ്റ് എനി ടൈം. ഇവർക്ക് എപ്പം വേണമെങ്കിലും ഇത് എന്ത് ചെയ്യുക? റെഡീം ചെയ്യാം. പൈസ തിരിച്ചു കൊടുത്തിട്ട് ഈ സെക്യൂരിറ്റീസ് തിരിച്ചു കൊടുത്തിട്ട് പൈസ തിരിച്ചു വാങ്ങാനുള്ള റൈറ്റ് ഇവർക്കുണ്ട്. സോ ദ ഫണ്ട് റെഡീംസ് ഓർ റീപർച്ചേസസ് ദ യൂണിറ്റ് ഓർ ഷെയർസ് അറ്റ് പീരിയോഡിക്കലി അനൗൺസ്ഡ് റേറ്റ്സ്. ദീസ് റീപർച്ചേസ് റേറ്റ് ആർ ബേസ്ഡ് അപ്പോൺ ദ നെറ്റ് കറണ്ട് അസറ്റ് വാല്യൂ ഓഫ് ദ ഫണ്ട്. ദ യൂണിറ്റ് സ്കീം 1964 ഓഫ് UTI, ULIP, Dhanraksha and Dhanvridi of LIC mutual fund are some of the example of ഓപ്പൺ എൻഡഡ് സ്കീം. അപ്പോൾ ഓപ്പൺ എൻഡഡ് സ്കീമിന് എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ യുലിപ്പ്, ധൻരക്ഷ, ധൻവൃതി ഇതൊക്കെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഓപ്പൺ എൻഡഡ് എന്ന് എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് ഉത്തരത്തിൽ എഴുതേണ്ട കാര്യം എന്ന് പറയുന്നത് സ്കീം ഓഫ് മ്യൂച്വൽ ഫണ്ട് വിച്ച് ഓഫേഴ്സ് യൂണിറ്റ് ഫോർ സെയിൽ വിത്തൗട്ട് സ്പെസിഫൈയിങ് എനി ഡ്യൂറേഷൻ ഓഫ് ഫോർ റിഡംഷന് വേണ്ടിയിട്ട് കൃത്യമായ ഒരു ഡേറ്റ് മെൻഷൻ ചെയ്യാത്ത തരത്തിൽ യൂണിറ്റുകൾ സെയിൽ ചെയ്യുന്ന ഫണ്ട് സ്കീമിനെയാണ് ഓപ്പൺ എൻഡഡ് സ്കീം എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കാം. അപ്പോൾ ക്ലോസ് എൻഡഡ് സ്കീം നമുക്ക് കുറച്ചും കൂടി ഊഹിക്കാൻ പറ്റില്ല എന്തായിരിക്കും അവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എന്തായിരിക്കും? എ ക്ലോസ് എൻഡഡ് സ്കീം മീൻസ് എനി സ്കീം ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇൻ വിച്ച് ദ പീരീഡ് ഓഫ് മെച്യൂരിറ്റി ഓഫ് ദ സ്കീം ഈസ് സ്പെസിഫൈഡ്. നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇവിടെ എന്താണ്? പീരീഡ് ഓഫ് മെച്യൂരിറ്റി ഓഫ് സ്കീമിൻ്റെ മെച്യൂരിറ്റി പീരീഡ് കൃത്യമായിട്ട് അതിൽ എന്ത് ചെയ്തിട്ടിരിക്കും? മെൻഷൻ ചെയ്തിരിക്കും അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിരിക്കും. അങ്ങനെ ഉള്ള സ്കീമുകളെയാണ് എന്ത് വിളിക്കുക? ക്ലോസ് എൻഡഡ് സ്കീംസ് എന്ന് വിളിക്കുക. മൂന്നാമത്തെ ടൈപ്പാണ് എന്ത്? ഇൻ്റർവൽ സ്കീംസ് എന്ന് പറയുന്നത്. ഇൻ ദ ഇൻ്റർവൽ സ്കീം ഓർ ഫണ്ട്, ആൻ ഇൻ്റർവൽ സ്കീം ഈസ് എ സ്കീം ഓഫ് മ്യൂച്വൽ ഫണ്ട് ആൻഡ് വിച്ച് ഈസ് കെപ്റ്റ് ഓപ്പൺ ഫോർ എ സ്പെസിഫിക് ഇൻ്റർവൽ ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഓപ്പറേറ്റ് ആസ് എ ക്ലോസ്ഡ് എൻഡഡ് സ്കീം. അതായത് ഇതിൽ രണ്ടും വരും. ഓപ്പൺ എൻഡഡിൻ്റെയും ക്ലോസ് എൻഡഡിൻ്റെയും രണ്ടിൻ്റെയും ഒരു ഫീച്ചേഴ്സ് വരുന്നതാണ് ഇൻ്റർവൽ സ്കീം എന്ന് പറയുന്നത്. ഇവിടെ ഈ ഒരു സ്കീമിൽ മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഇൻ്റർവെല്ലിൽ വരെ ഓപ്പൺ ആയിരിക്കും. ഏത് സമയത്ത് വേണമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം. ഇങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ടൈം കഴിഞ്ഞാൽ, ആ ഒരു ഇൻ്റർവെൽ ടൈം കഴിഞ്ഞാൽ ഇറ്റ് ഓപ്പറേറ്റ്സ് ലൈക്ക് എ ക്ലോസ്ഡ് സ്കീം. ക്ലോസ്ഡ് സ്കീമിനെ പോലെ ഒരു കൃത്യമായ ഒരു മെച്യൂരിറ്റി ടൈം മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു സ്കീമായിട്ടായിരിക്കും അത് പിന്നീട് വർക്ക് ചെയ്യുക. സോ ഇൻ്റർവൽ സ്കീം ഹാവ് ബീൻ പെർമിറ്റഡ് ബൈ ദ സെബി ഇൻ ദ റീസെൻറ്റ് ഇയേഴ്സ് ഓൺലി. വളരെ ചുരുങ്ങിയ കാലമായിട്ടേ ഉള്ളൂ സെബി ഇത്തരത്തിലുള്ള ഇൻ്റർവൽ സ്കീംസിന് അനുവാദം കൊടുത്തിട്ട്. ആൻഡ് ദ സ്കീം ഈസ് ഓപ്പൺ ഫോർ സ്കെയിൽ ഓർ റീപർച്ചേസ് അറ്റ് ഫിക്സഡ് പ്രീ ഡിറ്റർമൈൻഡ് ഇൻ്റർവെൽസ് വിച്ച് ആർ ഡിസ്ക്ലോസ്ഡ് ഇൻ ദ ഓഫർ ഡോക്യുമെൻറ്റ്. അപ്പോൾ ഒരു ടൈം പീരീഡ് വരെ അത് ഓപ്പൺ ആയിരിക്കും, പിന്നീട് അതെന്താവും? ക്ലോസ് എൻഡഡിലേക്ക് അത് മാറും. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാറ്റഗറി അക്കോർഡിംഗ് ടു ദ സ്കീം ഓഫ് ഓപ്പറേഷൻസ്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് അക്കോർഡിംഗ് ടു പോർട്ട്ഫോളിയോ. പോർട്ട്ഫോളിയോയുടെ ബേസിൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് ഉള്ളത്? മ്യൂച്വൽ ഫണ്ട് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു പോർട്ട്ഫോളിയോ ഓർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫണ്ട്. സം ഓഫ് ദീസ് ഫണ്ട്സ് ആർ ഡിസ്കസ്ഡ് ആസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ മൂന്നാമതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ആ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് അനുസരിച്ച്. ഓരോ മ്യൂച്വൽ ഫണ്ടിനും ഓരോ തരത്തിലുള്ള ലക്ഷ്യമായിരിക്കും. ചില ആളുകൾക്ക് ഇൻകം ആയിരിക്കും വേണ്ടത്, ചില ആളുകൾക്ക് ഗ്രോത്ത് ആയിരിക്കും വേണ്ടത്, പല രീതിയിലുള്ള ലക്ഷ്യങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ബേസിൽ
മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവുകളുടെ ബേസിൽ മ്യൂച്വൽ ഫണ്ട് തിരിച്ചിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഇൻകം ഫണ്ട്, 2 ഗ്രോത്ത് ഫണ്ട്, 3 ബാലൻസ്ഡ് ഓർ കൺസർവേറ്റീവ് ഫണ്ട്, 4 സ്റ്റോക്ക് ഓർ ഇക്വിറ്റി ഫണ്ട്, 5 ബോണ്ട് ഫണ്ട്, 6 സ്പെഷ്യലൈസ്ഡ് ഫണ്ട്, 7 ലിവറേജ് ഫണ്ട്, 8 ടാക്സേഷൻ ഫണ്ട്, 9 മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്. അങ്ങനെ 9ഓളം കാറ്റഗറി ആയിട്ട് പോർട്ട്ഫോളിയോയുടെ ബേസിൽ ഒബ്ജക്റ്റീവ്സിൻ്റെ ബേസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ മ്യൂച്വൽ ഫണ്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇൻകം ഫണ്ട് നോക്കാം. ദീസ് ഫണ്ട്സ് എയിം അറ്റ് പ്രൊവൈഡിങ് മാക്സിമം കറണ്ട് റിട്ടേൺ ടു ഇൻവെസ്റ്റർ. ഇൻവെസ്റ്റേഴ്സിന് മാക്സിമം ആയിട്ട് അവരുടെ നിലവിലുള്ള റിട്ടേൺ കൊടുക്കുക, മാക്സിമം റിട്ടേൺ കൊടുക്കുക. അതിലാണ് എന്ത് ലക്ഷ്യം വെച്ചിട്ടുള്ളത്, ഇൻകം ഫണ്ട് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ദർ മേ ബി ഇൻകം ഓഫ് ഫണ്ട് 2 ടൈപ്പ്, 2 തരത്തിലുള്ള ഫണ്ട് വരാം. സം ഫണ്ട്സ് മേ കോൺസെൻട്രേറ്റ് ഓൺ ലോ റിസ്ക് കോൺസ്റ്റന്റ് റിട്ടേൺ വൈൽ അതേഴ്സ് മേ എയിം അറ്റ് മാക്സിമം റിട്ടേൺ ഈവൻ അറ്റ് ദ കോസ്റ്റ് ഓഫ് സം റിസ്ക്. അതായത് 2 കാറ്റഗറിയിൽ ഈ ഇൻകം വരുന്നുണ്ട്. ഒന്ന് ചുരുങ്ങിയ റിസ്കിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റിട്ടേൺസ് കിട്ടുക സ്ഥിരമായിട്ട്. രണ്ടാമത്തെ മാക്സിമം റിട്ടേൺ കിട്ടുക, അത്യാവശ്യം റിസ്ക് എടുത്തുകൊണ്ട് തന്നെ മാക്സിമം റിട്ടേൺ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ ഇൻവെസ്റ്റേഴ്സിന് മാക്സിമം റിട്ടേൺ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇൻകം ഫണ്ടിൻ്റെ ലക്ഷ്യത്തിൽ വരുന്നത്. അടുത്തതാണ് ഗ്രോത്ത് ഫണ്ട്. ഗ്രോത്ത് ഫണ്ട് ആ പേര് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ അപ്രിസിയേഷൻ ചെയ്യുക, ക്യാപിറ്റൽ അപ്രിസിയേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദീസ് ഫണ്ട്സ് എയിം അറ്റ് പ്രൊവൈഡിങ് ക്യാപിറ്റൽ അപ്രിസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ, അതിൻ്റെ ആ ഒരു ക്യാപിറ്റൽ വാല്യൂൻ്റെ അപ്രിസിയേറ്റ് ചെയ്യാൻ എന്തായാലും ഇൻക്രീസ് ചെയ്യുക, വർദ്ധിപ്പിക്കുക, അതിലാണ് ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. സച്ച് ഫണ്ട് ഇൻവെസ്റ്റ് ഇൻ ഗ്രോത്ത് ഓറിയൻറ്റഡ് സെക്യൂരിറ്റീസ് ഹാവ് എ പൊട്ടൻഷ്യൽ ടു അപ്രോപ്രിയേറ്റ് ഇൻ ലോങ് റൺ. അപ്പോൾ കൂടുതലും ലോങ് റണ്ണിൽ വെക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോഴാണ് ഇത്തരത്തിലെ സെക്യൂരിറ്റീസിൻ്റെ ഗ്രോത്ത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇനി മൂന്നാമത്തെയാണ് ബാലൻസ്ഡ് ഓർ കൺസർവേറ്റീവ് ഫണ്ട് എന്ന് പറയുന്നത്. ബാലൻസ്ഡ് ഫണ്ട് സ്പെൻഡ് ബോത്ത് ഓൺ കോമൺ സ്റ്റോക്ക് ആൻഡ് പ്രിഫേർഡ് സ്റ്റോക്ക്. കോമൺ സ്റ്റോക്ക് ഇക്വിറ്റി ഷെയർസിലും പ്രിഫേർഡ് ഷെയർസിലും എന്ത് പോകാറുണ്ട്, ഈ ഒരു ബാലൻസ്ഡ് ഫണ്ടിലുള്ള ഇൻകം എക്സ്പെൻസ് പോകാറുണ്ട്. സം പാർട്ട് ഓഫ് ദ ഫണ്ട് ഈസ് സ്പെൻഡ് ഓൺ ബൈയിങ് ഇക്വിറ്റി വൈൽ അതർ പാർട്ട് ഈസ് യൂസ്ഡ് ഇൻ അക്വയറിംഗ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഡിബഞ്ചേഴ്സ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ് എൻഷുറിംഗ് സർട്ടൻ എമൗണ്ട് ഓഫ് ഡിവിഡൻഡ്. അതായത് ചില സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് കൃത്യമായിട്ട് സം പാർട്ട് ഓഫ് ദ ഫണ്ട് സ്പെൻഡ് ഓൺ ബൈയിങ് ഇക്വിറ്റി ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ചില ഫണ്ട് വിനിയോഗിക്കുന്നത്. വേറൊരു കാറ്റഗറി എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്ന തരത്തിലുള്ള ഏരിയാസ് ഉണ്ട്, ലൈക്ക് ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ്. ഇതിലൊക്കെ കൃത്യമായിട്ട് എന്ത് കിട്ടും, ഇൻകം കിട്ടും. ഡിബഞ്ചേഴ്സ് ആണെങ്കിൽ കൃത്യമായ ഇൻട്രസ്റ്റ് കിട്ടും, പ്രിഫറൻസ് ഷെയർസ് ആണെങ്കിൽ കൃത്യമായിട്ടുള്ള ഡിവിഡൻഡ് കിട്ടും. ഓക്കെ, അപ്പോൾ ബാലൻസ്ഡ് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഫണ്ട് എന്നാണ് ഇതിന് പറയുക. ഒരു എമൗണ്ട് ഇക്വിറ്റി വാങ്ങാൻ ഉപയോഗിക്കും, മറ്റേ എമൗണ്ട് എന്തിനു ഉപയോഗിക്കും, ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് വാങ്ങിക്കാൻ വേണ്ടി ഉപയോഗിക്കും. അടുത്ത സെക്ഷനാണ് സ്റ്റോക്ക് ഓർ ഇക്വിറ്റി ഫണ്ട്. ദീസ് ആർ മെയിൻലി ഇൻവെസ്റ്റഡ് ഇൻ ഷെയർസ് ഓഫ് ദ കമ്പനി. ഈ ഒരു ഫണ്ട് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കമ്പനികളുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് മേ വേരി ഫ്രം ബ്ലൂ സ്കൈ കമ്പനീസ് ഓർ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി. അതായത് ബ്ലൂ ചിപ്പ് കമ്പനീസ് ഉണ്ടാവും, ഇത്ര നെറ്റ്വർത്ത് വരെയുള്ള മാക്സിമം കൂടുതൽ നെറ്റ്വർത്തിലുള്ള കമ്പനീസിനെയാണ് ബ്ലൂ ചിപ്പ് കമ്പനീസ് എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ അല്ലെങ്കിൽ പുതുതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കമ്പനീസിലൊക്കെയാണ് ഈ ഒരു എമൗണ്ട് നിക്ഷേപിക്കുക. ഇതുപോലെ തന്നെ ബോണ്ട് ഫണ്ട്, സ്പെഷ്യലൈസ്ഡ് ഫണ്ട്, ലിവറേജ് ഫണ്ട്, ടാക്സേഷൻ ഫണ്ട്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളാൽ പഠിക്കാൻ കഴിയുന്ന ഒരു 3-4 എണ്ണം പഠിച്ചു വയ്ക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന സമയത്ത് അത് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് അക്കോർഡിംഗ് ടു ലൊക്കേഷനാണ്. ലൊക്കേഷൻ്റെ ബേസിലുള്ള മ്യൂച്വൽ ഫണ്ടിൻ്റെ കാറ്റഗറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് ഫണ്ടുണ്ട്, ഓഫ് ഷോർ ഫണ്ടുണ്ട്. ഡൊമസ്റ്റിക് ഫണ്ട് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ ഫണ്ട് വിച്ച് മൊബിലൈസ് സേവിങ്സ് ഓഫ് പീപ്പിൾ വിത്തിൻ ദ കൺട്രി വെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ മെയ്ഡ്. അതായത് ഒരു രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉള്ള ആളുകളുടെ സേവിങ്സ് മൊബിലൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെയുള്ളൊരു ഫണ്ട് കളക്ട് ചെയ്യുന്നത്. വിത്തിൻ ദ കൺട്രിയാണ്. ഓക്കെ, എവിടെയാണോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള ജനങ്ങളുടെ കയ്യിൽ നിന്ന് മൊബിലൈസ് ചെയ്തിട്ടുള്ള ഫണ്ടാണ് ഡൊമസ്റ്റിക് ഫണ്ട്. ഓഫ് ഷോർ ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫണ്ട്സ് ആർ ദോസ് വിച്ച് റേസ് ഓർ മൊബിലൈസ് ഫണ്ട് ഇൻ ദ കൺട്രി അതർ ദാൻ വെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ആർ ടു ബി മെയ്ഡ്. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രാജ്യത്ത് അല്ലാതെ ആ രാജ്യത്തിന് പുറമേ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്ന
ഫണ്ടാണ് എന്ത്, ഓഫ് ഷോർ ഫണ്ട്. അപ്പോൾ ഇപ്പോൾ ഇന്ത്യയിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇന്ത്യ ഒഴികെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നാണ് ഫണ്ട് എന്ത് ചെയ്യുന്നത്, മൊബിലൈസ് ചെയ്യുന്നത്. ഓക്കെ, കൂടുതലും ഫോറിൻ സേവിങ്സ് ആണ് ഇവിടെ ഇന്ത്യയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓഫ് ഷോർ ഫണ്ടിൽ യൂസ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇത് കൂടാതെ തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിലുണ്ട് അത് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട്സും ഉണ്ട്. ലൈക്ക് ലോൺ ഫണ്ട്, നോൺ ലോൺ ഫണ്ട് based upon the expenses or fees to be charged, hub and spoke funds which are basically fund of funds. അങ്ങനെ ഈ കൂട്ടത്തിലൊന്നും വരാത്ത തരത്തിലുള്ള ഫണ്ടുകളും ഉണ്ട്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ടിൻ്റെ അഡ്വാൻറ്റേജസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ആർ ദ ഈ മ്യൂച്വൽ ഫണ്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു അസറ്റിൽ തന്നെ, ഒരു സെക്യൂരിറ്റിയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡൈവേഴ്സിഫിക്കേഷൻ നടത്താൻ പറ്റും. വ്യത്യസ്ത തരത്തിലുള്ള സെക്യൂരിറ്റികളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. എക്സ്പേർട്ട് സൂപ്പർവിഷൻ ആൻഡ് മാനേജ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ഹൈലി ലിക്വിഡിറ്റി ഉണ്ട്. റിസ്ക് വളരെ കുറവാണ്. ടാക്സ് അഡ്വാൻറ്റേജസ് കിട്ടുന്നുണ്ട്. വളരെ കുറഞ്ഞ ഓപ്പറേറ്റിംഗ് കോസ്റ്റുകളെ വരുന്നുള്ളൂ. വളരെ ഫ്ലെക്സിബിൾ ആണ്. ഹയർ റിട്ടേൺസ് കിട്ടും മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകളെ സംബന്ധിച്ച്. പിന്നെ ഇൻവെസ്റ്റർ പ്രൊട്ടക്ഷനും അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഗുണം ഉണ്ടാവുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് മ്യൂച്വൽ ഫണ്ട് നേരിടുന്ന ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ പ്രോബ്ലംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയണം. ഒന്ന്, ലിക്വിഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്രൈസിസ്, ബുദ്ധിമുട്ടുകൾ വരാം. ഇന്നോവേഷൻ്റെ കുറവ്, ലാക്ക് ഓഫ് ഇന്നോവേഷൻ, പുതുമയുള്ള രീതിയിൽ ഇത് അവതരിപ്പിക്കുന്നതിലുള്ള ബുദ്ധിമുട്ട്. റിസർച്ചുമായി ബന്ധപ്പെട്ടുള്ള ഇന്നാഡിക്വസി, അത്ര നല്ല രീതിയിൽ വളരെ എഫീഷ്യൻ്റ് ആഡ്വക്കേറ്റ് ആയിട്ടുള്ള റിസർച്ചുകൾ നടത്താത്തത്. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പാറ്റേൺ കുറച്ചുകൂടെ ഒരു പരമ്പരാഗതമായ രീതിയിലാണ്, കൺസർവേഷണൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഉള്ളത്. പിന്നെ പെർഫോമൻസ് ഗ്യാരണ്ടിക്ക് വല്ല പ്രൊവിഷൻസ് ഒന്നുമില്ല. പിന്നെ ഡിസ്ക്ലോഷേഴ്സ് ഒക്കെ ഇന്നാഡിക്വേറ്റ് ആണ്. സർവീസുകളിൽ വരുന്ന ഡിലേസ് ഉണ്ട്. പിന്നെ റൂറൽ സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ബേസിൽ വളരെ കുറവാണ്. പിന്നെ റിസ്ക് മാനേജ്മെൻറ്റ് വളരെ പുവറാണ്, ഇല്ല എന്നല്ല, പക്ഷേ മോശമായ രീതിയിലാണ് പോകുന്നത്. അതൊക്കെയാണ് സെബിയുടെ പ്രോബ്ലം. അപ്പോൾ സെബിയുടെ മെറിറ്റ്സും ഡീമെറിറ്റ്സും അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും പ്രോബ്ലവും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നോക്കുക. അടുത്തത് പഠിക്കാൻ നമുക്കുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് സെബി ഗൈഡ് ലൈൻസ് ഓൺ മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ ഗൈഡ് ലൈൻസുകൾ, നിയന്ത്രണ രേഖകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, മ്യൂച്വൽ ഫണ്ട്സ് ഇൻ ഇന്ത്യ ആർ നൗ ഗവേൺഡ് അണ്ടർ ദ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യയിൽ കംപ്ലീറ്റ്ലി റെഗുലേറ്റ് ചെയ്യുന്നതും ഗവേൺ ചെയ്യുന്നതും സെബിയാണ്, 1996 റെഗുലേഷൻസ് പ്രകാരം. ആൻഡ് സെബി ഹാസ് പ്രൊവൈഡഡ് എ 4-tier സിസ്റ്റം ഫോർ മാനേജിങ് ദ അഫെയർസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്. സെബി ഈ ഒരു മ്യൂച്വൽ ഫണ്ട് സിസ്റ്റത്തെ നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 തലത്തിലുള്ള സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് അതിൻ്റെ സ്പോൺസർ, ദ സ്പോൺസറിങ് കമ്പനി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ബേസിലാണ് കേട്ടോ. ഒന്ന് സ്പോൺസറിങ് കമ്പനിയാണ്. 2 ട്രസ്റ്റീസ് ആണ്. 3 എന്ന് പറയുന്നത് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, AMC. ഇതൊക്കെ ഷോർട്ടായിട്ട് ചോദിക്കാറുണ്ട്, എന്താണ് AMC. 4 എന്ന് പറയുന്നത് കസ്റ്റോഡിയനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചാപ്റ്ററിൽ തന്നെ ഇമ്പോർട്ടൻറ്റും അതേപോലെ തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് ചോദിക്കാം, പ്ലെയേഴ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ട് എന്ന് ചോദിക്കാം, കോമ്പണൻസ് ഓഫ് മ്യൂച്വൽ ഫണ്ട്, എങ്ങനെയാണെങ്കിലും ചോദിക്കാം. അപ്പോൾ അതിൽ നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് ഒന്ന് സ്പോൺസറിങ് കമ്പനി അല്ലെങ്കിൽ സ്പോൺസർ എന്ന് വിളിക്കാം. ഓക്കെ, അതൊന്ന്. അപ്പോൾ സെബി റെഗുലേഷൻസ് ഡിഫൈൻ സ്പോൺസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് എനി പേഴ്സൺ ഹു ആക്ടിങ് അലോൺ ഓർ ഇൻ കോമ്പിനേഷൻ വിത്ത് അനദർ ബോഡി corporate establishes as a mutual fund. SEBI mutual fund is sponsored by State Bank of India. ഓക്കെ, അപ്പോൾ SBI മ്യൂച്വൽ ഫണ്ട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. LIC മ്യൂച്വൽ ഫണ്ട് സ്പോൺസർ ചെയ്തിട്ടുള്ളത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സ്പോൺസേഴ്സ് ഹാവ് ടു കംപ്ലൈ വിത്ത് ദ ഫോളോയിങ് റെഗുലേഷൻസ് ലേ ഡൗൺ ബൈ സെബി. ഇപ്പോൾ ഏത് കമ്പനിയാണോ ഈ മ്യൂച്വൽ ഫണ്ട് ഇറക്കുന്നത് അവർക്കൊരു സ്പോൺസർ ഉണ്ടായിരിക്കണം. ആ സ്പോൺസർ ഇപ്പോൾ SBI മ്യൂച്വൽ ഫണ്ടിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. LIC MFനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ്. ക്ലിയർ? ഇപ്പോൾ CAN MF ഉണ്ട്.
അതേപോലെ തന്നെ ഓരോന്നും ഡിഫറെൻറ്റ് ടൈപ്പ്. അപ്പോൾ നമ്മൾ നേരത്തെ നോക്കിയ സമയത്ത് BOI ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇൻഡ് MF ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഓരോ സ്പോൺസർ ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ സ്പോൺസർഷിപ്പിൻ്റെ കേസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ റെഗുലേഷൻസ് എന്ന് പറയുകയാണെങ്കിൽ കുറച്ച് റെഗുലേഷൻസ് പറയുന്നുണ്ട്. ഒന്ന് അപ്ലിക്കേഷൻ ആൻഡ് ഫീ. അപ്ലിക്കേഷൻ ആൻഡ് ഫീ എന്ന് പറയുമ്പോൾ സ്പോൺസർ ഹാസ് ടു ഫയൽ ആൻ അപ്ലിക്കേഷൻ ഫോർ രജിസ്ട്രേഷൻ ഓഫ് എ മ്യൂച്വൽ ഫണ്ട് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് ഫോം അലോങ് വിത്ത് അപ്ലിക്കേഷൻ വിത്ത് ഫീ ഓഫ് ₹1 lakh. 1 ലക്ഷം രൂപ അപ്ലിക്കേഷൻ ഫീ അടച്ചുകൊണ്ടായിരിക്കണം ഈ ഒരു മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യേണ്ടത്, അപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്. സ്പോൺസർ ഈ ഒരു ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യേണ്ടത് എത്ര രൂപയാണ്, 1 ലക്ഷം രൂപ. ആൻഡ് ദ സ്പോൺസർ മസ്റ്റ് ഫർണിഷ് ഓൾ ഇൻഫർമേഷൻ ആൻഡ് ഗീവ് ക്ലാരിഫിക്കേഷൻസ് ആസ് മേ ബി റിക്വയർഡ് ബൈ ദ ബോർഡ്. ബോർഡ് ഏതെങ്കിലും തരത്തിലുള്ള ക്ലാരിഫിക്കേഷൻസ് ചോദിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനോ ചോദിക്കുന്ന സമയത്ത് സ്പോൺസേഴ്സ് കൃത്യമായി അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഫർണിഷ് ചെയ്തിട്ട് ബോർഡിൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്, യോഗ്യതയുമായി ബന്ധപ്പെട്ടതാണ്. The sponsor may be granted a certificate of registration provided following conditions are satisfied. അപ്പോൾ ഈ ഒരു സ്പോൺസറിന് ഈ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അദ്ദേഹം ചില കണ്ടീഷൻസ് അല്ലെങ്കിൽ ആ ഒരു സ്പോൺസർ ആ ഒരു കോർപ്പറേറ്റ് എന്താണെങ്കിലും അവർ ഈ ഒരു കണ്ടീഷൻ ആ ഒരു കമ്പനി സ്പോൺസർ കമ്പനി ഈ ഒരു കണ്ടീഷൻ ഫോളോ ചെയ്യണം. ഒന്ന്, ദ സ്പോൺസർ ഹാസ് എ സൗണ്ട് ട്രാക്ക് റെക്കോർഡ് ആൻഡ് എ ജനറൽ റെപ്യൂട്ടേഷൻ ഓഫ് ഫെയർനെസ് ആൻഡ് ഇൻറ്റഗ്രിറ്റി ഇൻ ഓൾ ഹിസ് ബിസിനസ് ട്രാൻസാക്ഷൻ ഫോർ നോട്ട് ലെസ് ദാൻ 5 years. അതായത് 5 വർഷത്തിൽ കുറയാത്ത രീതിയിൽ നല്ല രീതിയിൽ ബിസിനസ് നടത്തിയിട്ടുണ്ട്, വളരെ ഫെയർ ആയിട്ടാണ്, നല്ലൊരു ഇൻറ്റഗ്രിറ്റി ഉള്ള ബിസിനസ്സാണ്, നല്ലൊരു റെപ്യൂട്ടേഷൻ ഉണ്ട്, നല്ലൊരു സൗണ്ട് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരിക്കണം ഈ സ്പോൺസർക്ക്. 2, the sponsor has contributed at least 40% of the worth of AMC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയിലേക്ക് 40% വർത്തായിട്ട് സ്പോൺസർ എന്ത് ചെയ്തിരിക്കണം, കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കണം. എ ട്രസ്റ്റി ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ബൈ ദ സ്പോൺസർ ഹൂ വിൽ ആക്ട് ആസ് എ ട്രസ്റ്റി ഫോർ ദ മ്യൂച്വൽ ഫണ്ട്. ഒരു ട്രസ്റ്റി അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം, സ്പോൺസേഴ്സ് ട്രസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിരിക്കണം. അവരായിരിക്കും മ്യൂച്വൽ ഫണ്ടിൻ്റെ ട്രസ്റ്റീസായിട്ട് ആക്ട് ചെയ്യുക, അത് സ്പോൺസറാണ് അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. ആൻഡ് an AMC is appointed to manage and operate the scheme of such fund. ഒരു AMCനെ അപ്പോയിൻറ്റ് ചെയ്യണം, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി അതിനെ അപ്പോയിൻറ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്, ഈ ഒരു മ്യൂച്വൽ ഫണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്പറേറ്റ്സും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഫൈനലി എ കസ്റ്റോഡിയൻ ഈസ് അപ്പോയിൻറ്റഡ് ടു കീപ് കസ്റ്റഡി ഓഫ് ദ സെക്യൂരിറ്റീസ് ആൻഡ് ക്യാരി ഔട്ട് ദ കസ്റ്റോഡിയൻ ആക്ടിവിറ്റീസ്. ഒരു കസ്റ്റോഡിയനെ അപ്പോയിൻറ്റ് ചെയ്യണം, എന്തിനു വേണ്ടിയിട്ട്, ഈ സെക്യൂരിറ്റികൾ കൃത്യമായി കസ്റ്റഡിയിൽ വെക്കാനും അതിൻ്റെ കസ്റ്റോഡിയൻ ആക്ടിവിറ്റീസുകൾ ക്യാരി ചെയ്യാനും വേണ്ടിയിട്ട്. പിന്നെ ഗ്രാൻഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഗ്രാൻഡ് ചെയ്യണം. പിന്നെ ആനുവൽ ഫീസിൻ്റെ കാര്യം. ഇത്രയും കാര്യങ്ങളാണ് എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഒന്നാമത്തത് സ്പോൺസറാണ്. സ്പോൺസർ ഉണ്ടായിരിക്കേണ്ട ക്വാളിഫിക്കേഷനും ക്വാളിറ്റീസും എലിജിബിലിറ്റിയും ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നിങ്ങളൊന്ന് പറയണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ LICൻ്റെ കേസ് നമ്മൾ പറഞ്ഞു, അതേപോലെ തന്നെ SBIയുടെ കേസ് പറഞ്ഞു. അതുപോലെ നിങ്ങൾ പറയണം SBI MF LIC MF എന്നൊക്കെ പറയുമ്പോഴാണ് ആ കുട്ടിക്ക് ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് ആൻസേഴ്സ് നോക്കുന്ന എന്താ പറയുക, അത് നോക്കുന്ന ടീച്ചേഴ്സിന് ഇൻവിജിലേറ്റേഴ്സിനാണെങ്കിലും പേപ്പർ വാല്യൂ എന്നവർക്കാണെങ്കിലൊക്കെ ഒരു ഫീലിംഗ് കിട്ടാം. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ വിത്ത് എക്സാമ്പിൾ അടക്കം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ട്രസ്റ്റീസ് എന്നാണ് അടുത്ത രണ്ടാമത്തെ ഒരു കോമ്പോണൻ്റ് ആയിട്ട് നമുക്കിതിൽ പറയാനുള്ളത്. ട്രസ്റ്റീസ് എന്ന് പറയുമ്പോൾ സെബി മ്യൂച്വൽ ഫണ്ട് അമെൻമെൻറ്റ്സ് റെഗുലേഷൻ 1991 ഡിഫൈൻസ് ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഹു ഹോൾഡ്സ് ദ പ്രോപ്പർട്ടി ഓഫ് ദ മ്യൂച്വൽ ഫണ്ട് ഇൻ ട്രസ്റ്റ് ഫോർ ബെനിഫിറ്റ് ഓഫ് ദ യൂണിറ്റ് ഹോൾഡേഴ്സ് ആൻഡ് ഇൻക്ലൂഡ്സ് എ ട്രസ്റ്റീസ് കമ്പനി ആൻഡ് ദ ഡയറക്ടേഴ്സ് ഓഫ് ട്രസ്റ്റി കമ്പനി. അപ്പോൾ ട്രസ്റ്റി എന്ന് പറയുന്നത് ഒരു പേഴ്സൺ ആണ്. അവരാണ് ഈ മ്യൂച്വൽ ഫണ്ടിൻ്റെ പ്രോപ്പർട്ടി ഹെൽഡ് ചെയ്തിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്? യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെ ബെനിഫിറ്റിനും അതുപോലെ തന്നെ ഇതിൽ ട്രസ്റ്റി കമ്പനിയും ഇതിൻ്റെ ട്രസ്റ്റി കമ്പനിയുടെ ഡയറക്ടേഴ്സൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നുണ്ട്. സെബി റെഗുലേഷൻ 1996 ഫ്രം 16 to 18 കണ്ടെയ്ൻ ഗൈഡ് ലൈൻസ് വിത്ത് റിഗാർഡ് ടു ഓപ്പറേഷൻ ഓഫ് ട്രസ്റ്റീസ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്ന് സെബി റെഗുലേഷനിൽ 16 to 18 ഗൈഡ് ലൈൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. മൂന്നാമത്തതാണ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, AMC എന്ന് പറയും. ഇത് ഷോർട്ടായിട്ടൊക്കെ ചോദിക്കാറുണ്ട്, വാട്ട് യു മീൻ ബൈ AMC.
So SEBI regulation require that mutual funds may be managed by a separate body corporate. അപ്പോൾ SEBI regulations പറയുന്നതെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ബോഡി കോർപ്പറേറ്റ് എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം. The sponsor or the trustee shall appoint an AMC. സ്പോൺസറോ ട്രസ്റ്റിയോ ആയിരിക്കണം AMC അപ്പോയിന്റ് ചെയ്യേണ്ടത്. ആൻഡ് ദ ആപ്ലിക്കേഷൻ ഫോർ ദ അപ്രൂവൽ ഓഫ് AMC ഹാസ് ടു ബി മെയ്ഡ് ഇൻ ഫോം D. ഫോം D പ്രകാരമായിരിക്കണം AMCക്കുള്ള ആപ്ലിക്കേഷൻ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു അപ്രൂവൽ കൊടുക്കേണ്ടത് ഫോം D പ്രകാരമാണ് കൊടുക്കേണ്ടത്. ആൻഡ് ദ അപ്പോയിൻമെൻറ്റ് ഓഫ് AMC ക്യാൻ ബി terminated by majority of trustees or by 75% of the unit holders of the scheme. So the appointment of AMC നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ടെർമിനേറ്റ് ചെയ്യാം. എങ്ങനെ? ട്രസ്റ്റീസിലെ മെജോറിറ്റി അല്ലെങ്കിൽ 75% യൂണിറ്റ് ഹോൾഡേഴ്സ് അതിലേക്ക് സമ്മതിക്കുകയാണെങ്കിൽ ഈ AMCയെ നമുക്ക് വേണമെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാം. ആൻഡ് എനി ചേഞ്ച് ഇൻ ദ അപ്പോയിൻമെൻറ്റ് ഓഫ് AMC റിക്വയർ ദ പ്രയർ അപ്രൂവൽ ഓഫ് ദ ബോർഡ് ആൻഡ് ദ യൂണിറ്റ് ഹോൾഡേഴ്സ്. അപ്പം AMCയുടെ അപ്പോയിൻമെൻറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അതിനെന്ത് വേണം, ബോർഡിൻ്റെയോ യൂണിറ്റ് ഹോൾഡേഴ്സിൻ്റെയോ പ്രയർ അപ്രൂവൽ അതിന് മുമ്പായിട്ട് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ല? അപ്പോൾ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ബോഡി കോർപ്പറേറ്റ് ആണ് AMC. അത് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ട്രസ്റ്റി ആയിരിക്കും അല്ലെങ്കിൽ സ്പോൺസർ ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഫൈനൽ ആയിട്ടുള്ള എലമെൻ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് കസ്റ്റോഡിയൻ ആണ്. കസ്റ്റോഡിയൻ ഈസ് ഡിഫൈൻഡ് അണ്ടർ SEBI റെഗുലേഷൻ 1996 ആസ് a person who has been granted a certificate of registration to carry on business of custodian of securities under the Security and Exchange Board of India Regulation 1996. So 1996 റെഗുലേഷൻസ് സെബിയുടെ ഗൈഡ് ലൈൻസ് പ്രകാരം ആർക്കാണോ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടുള്ളത്, എന്തിനു വേണ്ടിയിട്ട്, ഈ മ്യൂച്വൽ ഫണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റികൾ കസ്റ്റഡിയിൽ വെക്കാനുള്ള ആ ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് കിട്ടിയിട്ടുള്ളത് ആർക്കാണ്, അയാളെയാണ് കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. കസ്റ്റോഡിയൻ പ്രൊവൈഡ്സ് കസ്റ്റോഡിയൽ സർവീസസ് ആൻഡ് എൻഷുവേഴ്സ് സേഫ് കീപ്പിംഗ് ഓഫ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ കസ്റ്റോഡിയനാണ് കസ്റ്റോഡിയൽ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും സെക്യൂരിറ്റീസുകൾ വളരെ സുരക്ഷിതമായിട്ട് ആണ് വെച്ചിരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുന്നതായിട്ടുള്ള ആൾ. ഇപ്പോൾ കസ്റ്റോഡിയൻ പെർഫോം ചെയ്യുന്ന ചില ഫങ്ഷൻസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഈ മെയിൻറ്റെയിൻ അക്കൗണ്ട്സ് ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ ക്ലയൻറ്റ്. ഓരോ ക്ലയൻസിൻ്റെയും സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. കളക്ട് ദ ബെനിഫിറ്റ് ഓർ റൈറ്റ്സ് എക്വയറിംഗ് ടു ദ ക്ലയൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് സെക്യൂരിറ്റീസ്. ഓരോ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സുകൾ കളക്ട് ചെയ്യുന്നു. മെയിൻറ്റെയിൻസ് ദ റീകൺസൈൽസ് ദ റെക്കോർഡ് ഓഫ് സെക്യൂരിറ്റീസ്. കൃത്യമായ സെക്യൂരിറ്റികളുടെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുകയും അത് റീകൺസൈൽ ചെയ്യുകയും ചെയ്യുന്നു. ഹെൽപ്സ് ഇൻ ട്രാൻസ്ഫർ ദ സെക്യൂരിറ്റീസ് ഇൻ ദ നെയിം ഓഫ് ട്രസ്റ്റ്. ട്രസ്റ്റിൻ്റെ പേരിൽ സെക്യൂരിറ്റികൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് പ്രിവെൻറ്റ് എനി മാനിപ്പുലേഷൻ ഓഫ് റെക്കോർഡ്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സോ റെക്കോർഡ്സോ ഏതെങ്കിലും രീതിയിൽ തെറ്റായ രീതിയിൽ മാറ്റുക, ഫാബ്രിക്കേറ്റ് ചെയ്യുക, അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും തെറ്റുകൾ മാനിപ്പുലേഷൻസ് സംഭവിക്കണമെങ്കിൽ അതിനൊക്കെ തടയാനൊക്കെ ഈ കസ്റ്റോഡിയനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എസ്പെഷ്യലി നമ്മൾ ഈ ലാസ്റ്റ് പഠിച്ച ഇത്രയും ഏരിയ ആണ് ഈ ഒരു അഞ്ചാമത്തെ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം മ്യൂച്വൽ ഫണ്ട് മെയിനായിട്ട് റിസ്ക് ഇല്ലാതെ ഹൈ റിട്ടേൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റികളുടെ ഒരു പോർട്ട്ഫോളിയോ ആണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ ഈ ചാപ്റ്റർ പഠിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി നമ്മൾ ഈ അവസാനം എടുത്ത ഏരിയ സ്പോൺസർ, ട്രസ്റ്റി, AMC, കസ്റ്റോഡിയൻ, ഇതിൻ്റെയൊക്കെ മീനിങ്ങുകളൊക്കെ പഠിച്ചിരിക്കുക. ഇത് മുഴുവൻ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ അറ്റ്ലീസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ പോയിന്റുകളെങ്കിലും ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ക്ലിയർ? So that's all about this chapter. So we can see at the next chapter, that is primary market, in the next day. So all the very best for your exam. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ എങ്ങനെ എത്ര നല്ല രീതിയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു അതിനനുസരിച്ചിട്ടുള്ള മാർക്ക് നമുക്ക് കിട്ടും. നമ്മൾ എത്ര പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്, ഒരു വരി പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്തായാലും നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? സോ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുള്ള ഏരിയാസൊക്കെ അതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. All the very best.